तस्मै श्रीगुरवे नमः। ॐ ब्रह्मणे मुक्तिमदे सदानां सुखिने नारायणेन्द्राय. വെട്ടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ സുജി ഉൾപ്പെടെ ത്രിതല പഞ്ചായത്തുകളിലെ ഭാരവാഹികളെ ത്രിതല പഞ്ചായത്തിലേക്കും നഗരസഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ജനപ്രതിനിധികളെ, നഗരസഭ ത്രിതല പഞ്ചായത്തുകളിലെ പാർലമെൻ്ററി പാർട്ടി ലീഡർമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഭാരവാഹികളെ, നിങ്ങൾക്കേവർക്കും ശിവഗിരിയുടെ സ്നേഹാദരവ് ആദ്യമായി അർപ്പിക്കട്ടെ. പഞ്ചായത്തുകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ, അതോടൊപ്പം തന്നെ വർക്കല നഗര സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ എല്ലാവരെയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ശിവഗിരിയിലേക്ക് ക്ഷണിച്ച് ഒരാദരവ് കൊടുക്കണം എന്ന ശ്രീനാരായണ ധർമാസംഘം ട്രസ്റ്റിൻ്റെ ബോർഡ് യോഗത്തിൻ്റെ തീരുമാനപ്രകാരമാണ് ഇന്ന് നാം എല്ലാവരും ഇവിടെ സംഗമിച്ചിരിക്കുന്നത്. ഈ തീരുമാനം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ നിർദ്ദേശങ്ങൾക്കും ഉപദേശങ്ങൾക്കും വിധേയമാണ് എന്നുകൂടി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബോധാനന്ദ സ്വാമികളുടെ കാലശേഷം സംഘാംഗങ്ങളിലെ ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം സംഘാധ്യക്ഷനെ തിരഞ്ഞെടുക്കണം എന്ന് സ്വതന്ത്ര ഭാരതം അതിൻ്റെ സ്വാതന്ത്ര്യ സങ്കല്പം സാക്ഷാത്കരിക്കപ്പെടുന്നതിന് മുമ്പ് ജനാധിപത്യ സമ്പ്രദായത്തെ ഗുരു അംഗീകരിച്ചിരുന്നുവെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് മഠാധിപത്യ സമ്പ്രദായത്തെ അനുകരിക്കുകയും എന്നാൽ തുടർന്ന് ജനാധിപത്യത്തെ അംഗീകരിക്കുകയും ചെയ്യുന്ന വലിയ ഒരു കാഴ്ചപ്പാട് ശ്രീനാരായണ ഗുരുദേവൻ നമ്മുടെ മുമ്പിൽ അവതരിക്കപ്പെടുകയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ വന്ന ശിവഗിരിയുടെ യശസ് കേരളത്തിൻ്റെ 4 അതിരുകളെയും ഭാരതത്തിൻ്റെ 4 അതിരുകളെയും കടന്ന് ലോക രാജ്യങ്ങളിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ചില ആളുകളെങ്കിലും ധരിച്ചു വെച്ചിട്ടുണ്ട് ശിവഗിരി ഒരു പ്രത്യേക സമുദായത്തിൻ്റെ ആത്മീയ കേന്ദ്രമാണ് എന്ന്. പക്ഷേ ശിവഗിരിയെ സംബന്ധിച്ച് അങ്ങനെയുള്ള സാമുദായികമായ മതപരമായ ഭേദചിന്തകളൊന്നും തന്നെ ഇവിടെയില്ല. ജാതി മത ഭേദചിന്തകൾക്ക് അതീതമായി ലോകത്ത് അധിവസിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒരുപോലെ സ്വീകരിക്കാവുന്ന ഒരു ദിവ്യമായ തത്വദർശനവും ആ തത്വദർശനത്തിൻ്റെ പ്രയോക്തമായ മഹാഗുരുവും സന്നിധാനം ചെയ്യുന്ന പുണ്യഭൂമിയാണ് ശിവഗിരി. പ്രശസ്തമായ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ സവിശേഷതകളെ കുറിച്ച് ശാഖ പറഞ്ഞ ശിവനാരായണ സ്വാമി ഇവിടെ സൂചിപ്പിക്കും. തീർത്ഥാടകരായി ഇവിടെ എത്തുന്ന ലക്ഷോപലക്ഷം തീർത്ഥാടകർക്ക് ആതിഥ്യമരുളി അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ശിവഗിരിയിലെ സന്യാസിമാരും ശിവഗിരിയിലെ കമ്മിറ്റി അംഗങ്ങളും മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വരണം എന്ന് ശിവഗിരിയുടെ പേരിലും മഹാഗുരുവിൻ്റെ പേരിലും ഞാൻ പ്രത്യേകമായി ഇവിടെ അഭ്യർത്ഥിക്കുകയാണ്. ഒരു കാലത്ത് ശിവഗിരി തീർത്ഥാടനം കുറെ 10,000 അല്ലെങ്കിൽ ലക്ഷങ്ങൾ ഇവിടെ എത്തിച്ചേർന്ന് പോയിരുന്നുവെങ്കിൽ 3 ദിവസങ്ങളിലായി ഒതുങ്ങി നിന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ഡിസംബർ 15-ാം തീയതി ആരംഭിച്ച്
ജനുവരി മാസം 5-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന നിരവധി മഹാസമ്മേളനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ മഹാപ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ശബരിമല കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന വലിയ തീർത്ഥാടനമായി ശിവഗിരി തീർത്ഥാടനം വളർന്ന് പന്തലിച്ചിരിക്കുകയാണ്. ആ ശിവഗിരി തീർത്ഥാടനത്തെ കൂടുതൽ കൂടുതൽ വിജയത്തിലേക്ക് നയിക്കുവാൻ സന്യാസിമാരോടൊപ്പം കക്ഷി രാഷ്ട്രീയ ഭേദവ്യത്യാസമൊന്നുമില്ലാതെ എല്ലാവരും ഒരുപോലെ സഹകാരികളാകണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഗുരുദേവന്റെ തത്വദർശനം എന്ന് പറയുന്നത് അത് ആധ്യാത്മികമായ തലം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ ആധ്യാത്മികമായ ചൈതന്യം ദർശനം നിലനിൽക്കുന്ന ഒന്നാണ്. ശ്രീബുദ്ധന്റെയും യേശു ക്രിസ്തുവിന്റെയും മുഹമ്മദ് നബിയുടെയും പാരമ്പര്യത്തിൽ അവതീർണനായ ശ്രീനാരായണ ഗുരുവിന്റെ ദിവ്യമായ ദർശനം അത് ആധ്യാത്മികമായ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ളതാണ്. അതിന് സാമൂഹികമായ മുഖങ്ങളേറെ. ശിവഗിരിയെ സംബന്ധിച്ച്, ഗുരുവിന്റെ തത്വദർശനത്തെ സംബന്ധിച്ച് ദൈവവിശ്വാസം ഉള്ളവർക്കും ദൈവവിശ്വാസം ഇല്ലാത്തവർക്കും, മതവിശ്വാസം ഉള്ളവർക്കും മതവിശ്വാസം ഇല്ലാത്തവർക്കും എല്ലാവർക്കും ഒരുപോലെ സ്വീകാര്യമാകുന്ന ഒരു തത്വദർശനമാണ് ശ്രീനാരായണ ഗുരു ലോകത്തിന് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ സമൂഹത്തിലുള്ള എല്ലാവർക്കും ഒരുപോലെ സ്വീകരിക്കാവുന്ന, ഉൾക്കൊള്ളാവുന്ന ഒരു തത്വദർശനമാണ് മഹാഗുരുവിന്റെ. ആ തത്വദർശനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന ശിവഗിരി തീർത്ഥാടനം, അതുപോലെ ഗുരുദേവന്റെ തിരുജയന്തി, ഗുരുദേവന്റെ മഹാസമാധി ദിനം, ഇതെല്ലാം ശിവഗിരിയിൽ നടക്കുമ്പോൾ കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നും, ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും, ലോകത്തിന്റെ തന്നെ പല ഭാഗത്തു നിന്നും ശിവഗിരിയിൽ ഭക്തജനങ്ങൾ എത്തിച്ചേരാറുണ്ട്. അതുപോലെ ശാരദാ പ്രതിഷ്ഠയുടെ വാർഷികം ധർമ്മമീമാംസാ പരിഷത്ത് എന്ന് പറയും. അത് ശാരദാ പ്രതിഷ്ഠ നടന്നത് ചിത്രാപൗർണമി നാളിലാണ്. അത് ഏപ്രിൽ മെയ് മാസത്തിലാണ് വരുന്നത്. ഈ വർഷം അത് ഏപ്രിൽ 29-ാം തീയതി, 29, 30, മെയ് 1-ാം തീയതികളിൽ 3 ദിവസങ്ങളിലാണ്. ആ 3 ദിവസങ്ങളിൽ ഇവിടെ 100 കണക്കിന് ആളുകൾ വരും. അവരെ ഇവിടെ താമസിപ്പിച്ചുകൊണ്ട് 3 ദിവസവും ആധ്യാത്മികവും സാമൂഹികവുമായ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ടുള്ള പഠന ക്ലാസ്സുകളാണ്. ശാരദാമഠത്തിൽ ഉത്സവത്തിന് പകരം 3 ദിവസത്തെ പഠന ക്യാമ്പാണ്. ഈ പഠന ക്യാമ്പിലൊക്കെ നിങ്ങൾക്കൊക്കെ പങ്കുണ്ട്. ഇവിടെ 3 ദിവസം താമസിക്കും. ഗുരുവിന്റെ തത്വദർശനത്തെ കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുക, വിചിന്തനം ചെയ്യുക. താമസിക്കുന്നവരുടെ ഭക്ഷണവും താമസ സൗകര്യവും എല്ലാം ശിവഗിരി ഒരുക്കുന്നുണ്ട്. ഈ കാര്യങ്ങളിലെല്ലാം നിങ്ങൾ സഹകാരികളാകണം. അങ്ങനെ ശിവഗിരി മഠത്തിന്റെ പ്രവർത്തനങ്ങളുമായി കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ട് ഗുരുവിന്റെ മഹിതമായ ആ ദർശനത്തെ സാക്ഷാത്കരിക്കുവാനുള്ള ഒരു കർമ്മ പദ്ധതി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് സാധിക്കണം. അതുപോലെ നിങ്ങളിൽ ഓരോരുത്തരിലും നിശ്ചിതമായിരിക്കുന്ന കർത്തവ്യങ്ങളെ കുറിച്ച് ഞങ്ങൾ പ്രത്യേകമായിട്ട് പറയേണ്ടതായിട്ടില്ല. നമ്മുടെ എല്ലാവരുടെയും ജീവിത ലക്ഷ്യമായിരിക്കുന്നത് മറ്റുള്ളവരെ സേവിക്കുക, പരോപകാലമേ പുണ്യം പാപായ പരപീഡനം എന്ന് വ്യാസമഹാമുനി പറയും. പരോപകാരാർത്ഥം ഇതം ശരീരം. മറ്റുള്ളവർക്ക് സഹായകമായ രീതിയിൽ നാം എപ്പോഴും ജീവിതം നയിക്കണം. പാവങ്ങളുടെ കണ്ണീരപ്പാനും ദീനങ്ങൾക്ക് ആശ്വാസം നൽകാനും അന്യജീവൻ ഉടനെ സ്വജീവിതം ധന്യമാക്കുന്നതിനും വേണ്ടി നമ്മുടെ വാക്കിനെയും വിചാരത്തെയും പ്രവൃത്തിയെയും ഐക്യപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിത ശൈലി നമുക്കെപ്പോഴും ആവശ്യമായി. ബുദ്ധൻ അഹിംസയ്ക്കും ക്രിസ്തു സ്നേഹത്തിനും നബി സാഹോദര്യത്തിനും പ്രാധാന്യം നൽകിയപ്പോൾ
ശ്രീനാരായണ ഗുരു അനുകമ്പയ്ക്കാണ് പ്രാധാന്യം നൽകിയത്. അനുകമ്പയിൽ ശ്രീനാരായണ ഗുരു എല്ലാ മതങ്ങളെയും ദർശനങ്ങളെയും സമന്വയിപ്പിച്ചു. അറിവുള്ളവനാണ് ജീവിതം നിർദ്ദേശിച്ചു. അനുകമ്പയുള്ള ഒരു മനുഷ്യൻ മാത്രമേ, ഒരാൾ മാത്രമേ ഒരു മനുഷ്യരാകൂ. അനുകമ്പ ഇല്ലെങ്കിൽ അവൻ മനുഷ്യരാകില്ല. വെട്ടൂർ ഗ്രാമപഞ്ചായത്ത്, ഇലകമൺ ഗ്രാമപഞ്ചായത്ത്, അടുത്തത് ഇടവ ഗ്രാമപഞ്ചായത്ത്. വർക്കല നഗരസഭ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ വിട്ടുപോയിട്ടൂടെ പറയണേ. പഞ്ചായത്തുകളിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ചെയർപേഴ്സൺമാർ, ായിരിക്കുന്ന വർക്കല നഗരസഭയിലെ കൗൺസിൽ നന്ദി പറയുന്നതിന് വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സന്തോഷ് കുമാർ സംസാരിക്കുന്നത്. ശുഭാകാംക്ഷ സ്വാമികൾ, ബഹുമാന്യനും മുനിസിപ്പൽ പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മറ്റ് നമ്മുടെ സത്യപ്രതിജ്ഞാ സമയത്താണ് ഇവിടുത്തെ ശിവഗിരി തീർത്ഥാടനം വന്നത്.
അത് നമുക്കെല്ലാം ഒരു ഊർജം ോട് സമാപിക്കുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. എപ്പോഴും ഞങ്ങൾ വായിൽ ഉരുവിടുന്ന ശിവഗിരിത്തോട് പിന്നെ TS കനാണ്. അപ്പോൾ ഈ ശിവഗിരി എന്ന് നമുക്ക് എന്താ പറയുക, ഒരു മനുഷ്യനാക്കി തീർക്കുന്നതിൽ വളരെ പങ്ക് കുട്ടിയിലെ വഹിച്ചൊരു ഒരു മഹാത്മാവിൻ്റെ ഒരു യുഗപുരുഷൻ്റെ ഒരു അവതാരം അല്ലേ. നമ്മുടെ ഭൂമിയെ സ്വർഗമാക്കുന്ന ആ നന്മ എന്നും ലോകത്തിന് കാഴ്ചവെച്ച ഉയരായിട്ട് ഊർജമായിട്ട് നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ നൽകിയ ഈ ആദരവ് സത്യത്തിൽ ഏകദേശം ഒരു 10-48 കൊല്ലം പൊതുപ്രവർത്തനം നടത്തിയത് കിട്ടിയ ഒരു ഏറ്റവും വലിയൊരു ആദരവായിട്ട് ഞാനിതിനെ കാണുന്നു. നന്ദി നന്ദി നന്ദി. നമ്മളിതിവിടെ വളരെ സന്തോഷത്തോടെയാണ് നിൽക്കുന്ന കാര്യം. മറ്റ് എവിടെ പോയി ആദരവ് കിട്ടിയതിനെക്കാട്ടും ഏറെ വലിയ സന്തോഷത്തിലാണ്. കാര്യം ഇങ്ങനെ ഒരു ആദരവ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാനായിരുന്നാലും നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് എല്ലാവർക്കും വളരെയധികം സന്തോഷത്തോടെ ഈ ആദരവ് ഞങ്ങൾ ഏറ്റുവാങ്ങി. ഞങ്ങൾക്കത് അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ ഇനി വരുന്ന ഈ ഒരു 5 വർഷം നിങ്ങളെല്ലാവരും നല്ലൊരു വികസനത്തിലോട്ട് പോയി നല്ലൊരു വികസനം കാഴ്ചവെക്കട്ടെ. വഹിക്കുന്ന ശിവഗിരി മഠാധിപതി ശ്രീമദ് സച്ചിദാനന്ദ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ, ഏറെ അഭിനന്ദനായ സ്വാഗതം ആശംസിച്ച ശുഭാനന്ദ സ്വാമി, അതുപോലെ പ്രിയനായ ശാരദാനന്ദ സ്വാമി, ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള വർക്കല മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ, മറ്റ് ജനപ്രതിനിധികൾ, നമ്മുടെ നേരത്തെ സംസാരിച്ചു പോയ നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രിയരായ പ്രിയദർശിനി അടക്കമുള്ള ജനപ്രതിനിധികൾ, സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻമാരെ, എന്നെ സംബന്ധിച്ച് തീർച്ചയായും നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു നിമിഷം, വലിയ അനുഗ്രഹം കിട്ടിയ നിമിഷം പോലെയാണ് ഈ മഠത്തിൽ നിന്നുള്ള ആദരം നമുക്ക് കിട്ടിയത്. നമുക്ക് ഒക്കെ ജനപ്രതിനിധികളായ ആളുകൾ, രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾക്കൊക്കെ വിവിധ സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ആദരങ്ങളൊക്കെ കിട്ടാറുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ മഹനീയമായ, വളരെ ഹൃദയസ്പർശിയായ ഒരു അനുഭവം ആയിരുന്നു ഈ മഠത്തിൽ നിന്ന്. പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശമേറ്റ ഈ ശിവഗിരി മഠത്തിൽ നിന്ന് ഈ മണ്ണിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഈ അദ്ദേഹം അരുൾ ചെയ്ത മഹാനായ ആത്മീയ ഗുരുദേവൻ നാരായണ ഗുരുദേവൻ അരുൾ ചെയ്ത ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ആ ആപ്തവാക്യം നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ദൃഢമാകുന്ന ഒരു ചടങ്ങ് കൂടിയാണിത്. യോഗത്തിന്റെ ശ്രീമദ് സച്ചിദാനന്ദ സ്വാമികളടക്കമുള്ള ബഹുമാന്യരായ സ്വാമികളെ, ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ടവരെ, ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശത്താൽ പുണ്യമായ ഈ ഭൂമിയിൽ വന്നു നിൽക്കാനും ഇങ്ങനെ ഒരു സ്നേഹവും ആദരവും ഏറ്റുവാങ്ങാൻ സാധിച്ചു. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭൂതിയാണുള്ളത്. ഇവിടെ കലയെയും സംസ്കാരത്തെയും ആത്മീയതയുമായി സമന്വയിപ്പിച്ച ഭാരതത്തിൻ്റെ മതാതീത ആത്മീയ കേന്ദ്രമായ ശ്രീനാരായണ ഗുരുദേവന്റെ ശിവഗിരിയുടെ മണ്ണിൽ ഇങ്ങനെ വന്നു നിൽക്കാൻ സാധിച്ചതിന്, അനുമോദനങ്ങൾ ഏറ്റുവാങ്ങാൻ സാധിച്ചതിനും ഏറ്റവും വിനയത്തോടെ നന്ദി അർപ്പിക്കുന്നു. ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ, ജനറൽ സെക്രട്ടറി സുധാനന്ദ സ്വാമികൾ, ഒപ്പം തന്നെ ഇവിടെ ഈ ഒരു ആശയം ഗുരുദേവൻ്റെ ആത്മീയമായ ഔന്നത്യത്തിൽ നിന്നുകൊണ്ട് സാധാരണക്കാർക്ക് ഏറ്റവും സൗകര്യങ്ങൾ, അവർക്ക് അവരുടെ ജീവിതത്തിനെ മുന്നോട്ട് നയിക്കാനുള്ള ഭൗതികമായിട്ടുള്ള ഒരു പ്രകാശമാണ് ചൊരിഞ്ഞത്. അപ്പോൾ ആ ഒരു യാത്രയിൽ അത് കേവലമായ ആധ്യാത്മികമായി മാത്രം നിൽക്കുന്നതോ കേവലമായി ഭൗതികമായി മാത്രം നിൽക്കുന്നതോ ഒന്നല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആത്മീയതയിൽ അധിഷ്ഠിതമായ വളരെ വികാസം പ്രാപിച്ച ഒരു ഭൗതിക ജീവിതം, അതാണ് ഗുരു നമുക്ക് മുന്നിലേക്ക് വെച്ചത്. അപ്പോൾ ആ നന്മയേറിയ ആ ഒരു ജീവിതത്തിലേക്ക് സമൂഹത്തെ നയിക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കുന്നവരാണ് ജനപ്രതിനിധികളായി എത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ആദരിക്കുക, സമ്മാനങ്ങൾ നൽകുക, ബഹുമാനിക്കുക എന്നുള്ളത് ഗുരുവിൻ്റെ ആശയത്തെയും ഗുരുവിൻ്റെ ആദർശങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഏതൊരു വ്യക്തിയുടെയും കടമയാണ്, കർത്തവ്യം. ഈ ഒരു യാത്രയിൽ
ഗുരുവിൻ്റെ ആദർശങ്ങളെ, ആശയങ്ങളെ നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഏറ്റവും നന്മയുള്ള ഒരു സമൂഹമായി നമുക്ക് വളർന്നു വരുന്നതിന് ഗുരുവിൻ്റെ ആശയങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കുവാനുള്ള കരുത്തുണ്ടാകട്ടെ. അതിന് ശിവഗിരിയുടെ ഈ മണ്ണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹദായകമായി തീരട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത്.